ഹായ് അസ്സലാമു അലൈക്കും. നമുക്കിന്ന് നല്ല അടിപൊളിയായിട്ട് നാടൻ കോഴിയുടെ പാർട്സ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ 1 കിലോ നാടൻ കോഴിയുടെ പാർട്സാണ് എടുത്തിട്ടുള്ളത്. അതെ, അതിൻ്റെ മുട്ടയും കാര്യങ്ങളൊക്കെ നല്ല കഴുകി വൃത്തിയാക്കി ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് കുക്കറിൽ ഇട്ട് കൊടുക്കണം. അപ്പോൾ 1 കിലോ പാർട്സാണ് ഇപ്പോൾ ഞാൻ മേടിച്ചിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് വേണ്ടിയത് 3 വലിയുള്ളി സവാളയാണ് വേണ്ടിയത്, പിന്നെ ഒരു തക്കാളി, 2 പച്ചമുളക്. അതും കൂടി നമുക്ക് ഈ ഒരു കുക്കറിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം. ഫസ്റ്റ് വാട്ടൊന്നും വേണ്ട, നേരിട്ട് കുക്കറിൽ ഇട്ടിട്ട് വേവിച്ചെടുത്താൽ മതി. 3 വലിയുള്ളി ഇട്ട് കൊടുത്ത്, ഒരു തക്കാളി ഇട്ട് കൊടുത്ത്, 2 പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ഉപ്പാണ്, 1 സ്പൂണോളം ഉപ്പ് ഇട്ട് കൊടുത്ത്, വലിയ സ്പൂൺ തന്നെ. ചിക്കൻ മസാലയാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്, പാക്കറ്റ്. ആ ഒരു ചിക്കൻ മസാല നമുക്ക് ഒരു 2.5 സ്പൂണോളം ചിക്കൻ മസാല ഇട്ട് കൊടുക്കാം. അങ്ങനെ ഇപ്പോൾ 2.5 സ്പൂൺ ചിക്കൻ മസാല ഇട്ടിട്ടുണ്ട്. നമുക്കതിലേക്ക് ഒരു ചെറിയൊരു സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. എല്ലതും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്യുമ്പോൾ പതിയെ മിക്സ് ചെയ്താൽ മതി, അതിലുള്ള മുട്ടകളൊക്കെ പൊട്ടിപ്പോകരുത്. പൊട്ടിപ്പോവാത്ത രീതിയിൽ പതിയെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് വേണ്ടിയത് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പേസ്റ്റാണ്. അതെ, ആ രണ്ടിൻ്റെയും കൂടി നന്നായിട്ട് ചതച്ചതാണ്. അതൊരു വലിയൊരു കയ്യിലിന് നിറയെ ഉണ്ട്, വലിയൊരു സ്പൂണിന് നിറയെ. ഈ ചതച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് 3 വിസിലടിച്ചെടുക്കാം. ആദ്യത്തെ വിസിൽ ഒരു ഹൈ ഫ്ലെയിമിലും ബാക്കി 2 ഒരു മീഡിയം ഫ്ലെയിമിലും ആക്കിയിട്ട് വിസിലടിച്ചെടുക്കാം. വെള്ളമൊന്നും ഒഴിക്കാതെ തന്നെ ഞാനിത് വേവിച്ചെടുത്തിട്ടുള്ളത്. ഇപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കതൊന്ന് മാറ്റി വെക്കാം. നമുക്കതിലേക്ക് വേറൊരു പാൻ എടുക്കാം. ആ പാനിലേക്ക് ഒരു 3 സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ആ വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് ചെറിയുള്ളിയാണ് ഇട്ട് കൊടുക്കേണ്ടത്. 6-7 ചെറിയുള്ളി ചെറുതാക്കി അരിഞ്ഞതാണ്. അതൊരു ഗോൾഡൻ കളർ ആകുമ്പോൾ നമുക്ക് ഒരു 10-15 ചെറിയുള്ളി ചെറുതാക്കി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഒരു ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്, അപ്പോൾ ചെറിയുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതും കൂടി ഒന്ന് ചെറുതായിട്ട് കളറൊന്ന് മാറണം. ഇപ്പോൾ നല്ലൊരു സ്മെല്ല് വരും. ചെറുതായിട്ടൊന്ന് ഗോൾഡൻ കളറായി വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു 6-7 വറ്റൽമുളകും 2 പിടിയോളം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ലോ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് നല്ലൊരു സ്മെല്ല് വരുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെ നന്നായിട്ടൊന്ന് നല്ലൊരു സ്മെല്ല് വന്ന് അതൊന്ന് മൂത്തിട്ടുണ്ട്. നമുക്കതിലേക്ക് പൊടി ഇട്ട് കൊടുക്കാം. ഫ്ലെയിമൊക്കെ ലോ ഫ്ലെയിമിലാക്കിയിട്ട് മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. 2 സ്പൂണോളം മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി 1 സ്പൂണിൻ്റെ പകുതി, ഒരു 1/2 സ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മുളകും പൊടി ഒരു 3/4 സ്പൂണാണ്, നല്ല എരിവുള്ളൊരു മുളകും പൊടി ആയതുകൊണ്ട് തന്നെ 3/4 സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ്. നിങ്ങളെ എരിവിനനുസരിച്ച് കുരുമുളക് പൊടിയും അതുപോലെ മുളകും പൊടിയൊക്കെ മാറ്റി ഇടാവുന്നതാണ്. ഞാനത് ചെറിയൊരു എരിവിലാണ് കുട്ടികളൊക്കെ കൂട്ടുന്നത് കൊണ്ട് ചെറുതായിട്ടൊരു എരിവ് മാത്രമാണുള്ളത്. ഇത് നന്നായിട്ടൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മൂപ്പിച്ചിട്ട് നല്ലൊരു സ്മെല്ല് വരുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഞാനതിലേക്ക് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കല്ലുപ്പാണ്, ഒരു സ്പൂൺ വരെ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു 3/4 സ്പൂണോളം ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു ചിക്കൻ മസാല ഇട്ടുകൊണ്ടാണ് ഗരം മസാല ഇടാത്തത്. അപ്പോൾ നല്ലൊരു സ്മെല്ലൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള നമ്മളെ ചിക്കൻ്റെ പാർട്സ് ഇട്ട് കൊടുക്കാം. അതും കൂടി ഇതിലേക്ക് ആക്കി നമുക്ക് കുറച്ച് വെള്ളം കൂടി ഉണ്ട്, അതും കൂടി വറ്റുന്ന വരെ നമുക്കിതൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാം. നമുക്ക് പതിയെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി അതൊന്ന് നന്നായിട്ട് വെള്ളമൊക്കെ ഒന്ന് വറ്റി ഒന്ന് ഗ്രേവിയായി വരുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. പൊറാട്ടയിലേക്കും ദോശയിലേക്കും ചപ്പാത്തിയിലേക്കും പുട്ടിലേക്കും ഒക്കെ പറ്റുന്ന, ചോറിലേക്കൊക്കെ നല്ല അടിപൊളിയായിട്ട് പറ്റുന്ന, നെയ്ച്ചോറിലൊക്കെ നല്ല സൂപ്പർ ടേസ്റ്റായിട്ട് കിട്ടുന്ന നല്ലൊരു അടിപൊളി നാടൻ ചിക്കൻ്റെ പാർട്സ് വരട്ടിയതാണ്. നല്ല സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നല്ല ഹെൽത്തിയും കൂടിയാണ്. ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം.